നമസ്തേ. ഇന്നത്തെ നമ്മുടെ വിഷയം ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് ഉപദേശിക്കുന്ന ലക്ഷ്മണോപദേശമാണ്. ശ്രീരാമൻ പറയുന്നു, സജ്ജന സംസർഗമാണ് മോക്ഷപ്രാപ്തിക്കുള്ള ഉത്തമ സാധന. എല്ലാറ്റിനെയും സമമായി കാണുന്നവരും യാതൊന്നിലും ആഗ്രഹമില്ലാത്തവരും ധനം, പുത്രന്മാർ, കീർത്തി എന്നിവയിൽ താൽപ്പര്യമകന്നവരും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയവരുമാണ് സജ്ജനങ്ങൾ. ഇഷ്ടാനിഷ്ടങ്ങളിൽ പ്രീതിയോ അപ്രീതിയോ ഇല്ലാത്തവരും അഹം ബ്രഹ്മാസ്മി എന്ന ദൃഢബോധത്തോടു കൂടിയവരും യമനിയമങ്ങളെ ആചരിക്കുന്നവരും യാദൃശ്ചികമായി കിട്ടുന്നത് കൊണ്ട് തൃപ്തരായി ജീവിക്കുന്നവരുമാണ് സത്തുക്കൾ. അങ്ങനെയുള്ള മഹാത്മാക്കളോടുള്ള ചേർച്ചയാണ് സത്സംഗം. സത്സംഗം സാധിച്ചാൽ ഭഗവത് കഥകളിൽ ശ്രദ്ധയുണ്ടാകും. അത്തരം കഥകൾ കേൾക്കും തോറും ഭക്തി വളർന്നു വരും. ഭക്തി ദൃഢമായി തീർന്നാൽ താൻ ആത്മാവാണെന്ന അനുഭവജ്ഞാനമുണ്ടാകും. ഇത് തന്നെയാണ് മോക്ഷപ്രാപ്തി. മായയാൽ ആത്മസ്വരൂപം മറയ്ക്കപ്പെടുന്നു. പ്രപഞ്ചത്തെ സത്യമായി കരുതുന്നു. ശുദ്ധജ്ഞാനം കൊണ്ട് മായ നശിക്കും. ജ്ഞാനവിജ്ഞാനം കൊണ്ട് പരമാത്മതത്വം അറിയാൻ കഴിയുന്നു. ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, മനസ്സ്, ബുദ്ധി എന്നീ അനാത്മവസ്തുക്കൾ താനെന്ന തോന്നൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നുവോ ആ ശക്തിയാണ് മായ. സംസാരാനുഭവത്തെ അത് സത്യമായി തോന്നിപ്പിക്കുന്നു. മായയ്ക്ക് രണ്ട് രൂപങ്ങൾ: ഒന്ന് വിക്ഷേപം, രണ്ട് ആവരണം. വിക്ഷേപമാണ് മഹത്തത്വം. കൂടുതൽ മഹത്തത്വം മുതൽ ബ്രഹ്മാവ് വരെയുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. ആവരണം ജ്ഞാനത്തെ മറച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. ആത്മവിസ്മൃതി ആവരണവും പ്രപഞ്ചപ്രതീതി വിക്ഷേപവുമാണ്. വിചാരം ചെയ്തു നോക്കുമ്പോൾ പ്രപഞ്ചത്തിന് സത്വത്വമില്ലെന്ന അനുഭവം വരും. ഇരുട്ടിൽ കയറിൽ പാമ്പെന്ന പോലെ പ്രപഞ്ചം വെറും ഭ്രമം കൊണ്ടുണ്ടാകുന്നവയാണ്. കയറിനെ അറിഞ്ഞാൽ അതിൽ തോന്നപ്പെട്ടിരുന്ന പാമ്പെന്ന പ്രതീതി ഇല്ലാതായിത്തീരുന്നത് പോലെ പരമാത്മതത്വത്തെ അറിഞ്ഞാൽ പ്രപഞ്ചവും ഇല്ലാതായിത്തീരും. സംസാരത്തെ ഒരു വൃക്ഷമായി കണക്കാക്കിയാൽ അതിൻ്റെ നാരായ വേര് ദേഹമാണ്. ദേഹമാണ് താനെന്ന തോന്നലിൽ നിന്നാണ് ഭാര്യ, പുത്രൻ, ധനം, ഗൃഹം മുതലായവയിൽ സ്നേഹവും ആകർഷണവും ഉണ്ടാവുന്നത്. ആത്മാവായ തനിക്ക് ഇവയോടൊന്നും ബന്ധമില്ല. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങൾ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ 5 വിഷയങ്ങൾ, ഞാനെന്ന തോന്നലാകുന്ന അഹങ്കാരം, ബുദ്ധി, കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങൾ, വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങൾ, ബുദ്ധിയിലുള്ള ആത്മപ്രതിബിംബമാകുന്ന ചിദാഭാസൻ, മനസ്സ്, ഇവയ്ക്കെല്ലാം കാരണമായ മൂലപ്രകൃതി, ഇവയെല്ലാം കൂടിച്ചേർന്നതിനെ ക്ഷേത്രമെന്ന് പറയുന്നു. ക്ഷേത്രത്തെ തന്നെ ദേഹമെന്നും പറയുന്നു. ഇവയിൽ നിന്നും വേറിട്ട് ഇവയ്ക്കെല്ലാം സാക്ഷിയായി ഇവയെല്ലാം ചലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ചൈതന്യമാണ് ആത്മാവ്. ദേഹത്തിന് സാക്ഷിയായ ആത്മാവും പരമാത്മാവും ഒന്ന് തന്നെ. ആത്മാവിനെ അറിയുന്നതോടെ പരമാത്മബോധവും ഉണ്ടാകും. താൻ യോഗ്യനാണെന്ന അഭിമാനം പാടെയില്ലാതായാലേ ജ്ഞാനമുണ്ടാകും. ധാർമ്മികനാണെന്ന അഭിമാനമാകുന്ന ദമ്പവും നിശേഷമകറ്റണം. ഒരു ജീവിയെയും വാക്ക്, മനസ്സ്, ശരീരം എന്നിവയോട് ദ്രോഹിക്കാതിരിക്കലായ അഹിംസയും ആചരിക്കണം. മറ്റുള്ളവർ തന്നെ അധിക്ഷേപിക്കുന്നതിനെ ചിന്തയോ ആവലാതിയോ കൂടാതെ മാറ്റി നിർത്തണം. വാക്കും വിചാരവും പ്രവൃത്തിയും ഒന്നായി തീരലായ ആർജവം അഭ്യസിച്ചുണ്ടാക്കണം. ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഗുരുവിനെ സേവിക്കണം. സ്നാനം കൊണ്ട് ശരീരവും ഈശ്വരചിന്ത കൊണ്ട് മനസ്സും ശുദ്ധമാക്കണം. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ സ്ഥിരതയുണ്ടാകണം. സങ്കല്പങ്ങൾ അകറ്റിക്കൊണ്ട് മനസ്സിനെയും മൗനം കൊണ്ട് വാക്കിനെയും സർവകർമ്മ പരിത്യാഗം കൊണ്ട് ശരീരത്തെയും അടക്കണം. ശബ്ദാദി വിഷയങ്ങളെ സമ്പാദിക്കാനുള്ള പ്രവൃത്തിയെ നിശേഷം ഉപേക്ഷിക്കണം. ഞാനെന്ന തോന്നലുണ്ടാകുന്ന അഹങ്കാരത്തെ അകറ്റാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ജനനം, വാർദ്ധക്യം, മരണം മുതലായ ദുഃഖാനുഭവങ്ങളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. അത് വൈരാഗ്യം വളർത്താൻ സഹായകമായി തീരും. ഇഷ്ടം വന്നാലും അനിഷ്ടം വന്നാലും മനസ്സിനെ സമനിലയിൽ നിർത്താൻ അഭ്യസിച്ചുകൊണ്ടിരിക്കണം. എല്ലാവരിലും ആത്മസ്വരൂപേണ വിളങ്ങുന്ന ഈശ്വരനിൽ മറ്റു ചിന്തകളൊന്നും കൂടാതെ ബുദ്ധിയെ ഉറപ്പിക്കണം. ആത്മജ്ഞാനം സമ്പാദിക്കാൻ എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. വേദാന്തവാക്യങ്ങളുടെ അർത്ഥവിചാരം ചെയ്യണം. ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ട് ജ്ഞാനമുണ്ടാകും. അഹങ്കാരം, ബുദ്ധി, മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, ശരീരം എന്നിവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനും
നിത്യശുദ്ധനും ജ്ഞാനമാത്രസ്വരൂപനുമായ ആത്മാവാണ് താനെന്ന ബോധം യാതൊന്നു കൊണ്ടുണ്ടാകുന്നുവോ അതിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ആ ജ്ഞാനം അനുഭവമായി തീർന്നാൽ അതിനെ വിജ്ഞാനം എന്നും വിളിക്കും. താൻ ആത്മാവാണെന്ന അറിവ് ജ്ഞാനവും അനുഭവം വിജ്ഞാനവുമാണ്. സത്ത്, ചിത്ത്, ആനന്ദം എന്നീ സ്വരൂപത്തോടു കൂടിയവനും ഒരിക്കലും ക്ഷയിക്കാത്തവനും ബുദ്ധി, മനസ്സ്, ശരീരം എന്നീ ഉപാധികളില്ലാത്തവനും ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നീ പരിണാമങ്ങളില്ലാത്തവനുമാണ് ആത്മാവ്. അത് ഏകമാണ്, അത് അദ്വിതീയമാണ്, സത്യസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്, നിസ്സംഗനാണ്, നിരാകാരനാണ്, സ്വയം പ്രകാശസ്വരൂപിയാണ്, സർവ്വതിനും സാക്ഷിയാണ്. ഇപ്രകാരമുള്ള ആത്മാവിനെ വിജ്ഞാനം കൊണ്ട് പ്രാപിക്കാൻ കഴിയും. ശാസ്ത്രജ്ഞാനം കൊണ്ടും ഗുരുവിന്റെ ഉപദേശം കൊണ്ടും ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികളെ അനുഭവിക്കുന്ന ജീവനും ഈ മൂന്നവസ്ഥകൾക്കും സാക്ഷിയായ ആത്മാവും ഒന്നാണെന്ന ബോധ്യം വരും. അതോടെ പ്രപഞ്ചത്തിന് കാരണമായ അവിദ്യ, അതിന്റെ വികാരങ്ങളായ അഹങ്കാരം, ബുദ്ധി, മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, ശരീരം എന്നിവയോടുകൂടി പരമാത്മാവിൽ ലയിക്കുന്നു. ഈ അനുഭവത്തെയാണ് മുക്തി എന്ന് പറയുന്നത്. വിളക്കുള്ളവർക്ക് രാത്രിയിൽ സ്പഷ്ടമായി കാണുന്നത് പോലെ ഭക്തി കൊണ്ട് ശുദ്ധമായി തീർന്ന മനസ്സിലെ ആത്മജ്ഞാനം പ്രകാശിക്കുകയുള്ളൂ. ഇനി ഭക്തി എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നോക്കാം. ഭക്തന്മാരോടുള്ള സംഘം, ഭഗവാനെയും ഭക്തന്മാരെയും സേവിക്കൽ, ഏകാദശി മുതലായ വ്രതങ്ങൾ ഉപവാസമായി ആചരിക്കൽ, ഭഗവാന്റെ അവതാര ദിവസങ്ങളെ ആഘോഷിക്കൽ, ഭഗവത് കഥകൾ കേൾക്കൽ, വ്യാഖ്യാനിക്കുക, ഭഗവത് കഥകൾ കേൾക്കുക, വ്യാഖ്യാനിക്കുക, ഭഗവാനെ പൂജിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഇവയെല്ലാം നിരന്തരം അഭ്യാസിക്കുന്നവർക്ക് ഈശ്വരനെ മറക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഭക്തി ഉണ്ടാകും. ഭക്തി കൊണ്ട് കർമ്മവാസനകൾ നശിച്ച് മനസ്സ് ആകാശം പോലെ നിർമ്മലമായി തീരും. ചിന്തയോ ഉറക്കമോ ഇല്ലാത്ത മനസ്സിന്റെ നിശ്ചലാവസ്ഥയാണ് മനഃശുദ്ധി. അങ്ങനെ ശുദ്ധമായി തീരുന്ന മനസ്സിൽ ജ്ഞാനവും വിജ്ഞാനവും വൈരാഗ്യവും വളരെ വേഗം വളർന്നു വരും. വൈരാഗ്യം കൊണ്ട് കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങൾ അടങ്ങും. അതോടെ ജാഗ്രതാവസ്ഥയിലല്ലാതായിത്തീരും. ഭക്തി കൊണ്ട് കർമ്മവാസനകൾ നശിച്ച് മനസ്സടങ്ങും. അപ്പോൾ സ്വപ്നാവസ്ഥയും ഇല്ലാതാകും. ജ്ഞാനമുണ്ടായാൽ ആത്മവിസ്മൃതിയാകുന്ന അവിദ്യ നശിക്കും. അതോടെ സുഷുപ്തിയാകുന്ന അവസ്ഥയും ഇല്ലാതാകും. ഈ മൂന്നവസ്ഥകളും ഇല്ലാതായാൽ ജീവൻ ആത്മാവിൽ ഏകീഭവിച്ച് മുക്തനായിത്തീരും. ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായി തീർന്ന ജ്ഞാനികളുടെ സത്സംഗം കൊണ്ട് വളരെ വേഗത്തിൽ മോക്ഷപ്രാപ്തി സാധിക്കും. സത്സംഗമില്ലാതെ അതിനു വേറെ സുഗമമായ അനുഷ്ഠാനമൊന്നുമില്ല. ഓം തത്സത്.